ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ എന്താണ്, ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നമുക്കൊരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പോയം നോക്കിയിട്ട് വായിച്ചതിന് ശേഷം താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അപ്പോൾ എന്താണ്, ദ സൺഷൈൻ. The sun shines bright in the morning sky and warms the earth as it passes by. Its rays bring light to the world outside and fill our heart with joy and pride. The sun's warm touch makes the flowers bloom and brings new life to the earth's sweet room. So let's go out and enjoy the day and glow in the sunshine's happy ray. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, രാവിലെ ആകാശത്ത് എന്താണ്, സൂര്യൻ തിളങ്ങുന്നു. എന്നിട്ടോ സൂര്യൻ വന്നാൽ ഭൂമിയെ ചൂടാക്കുന്നു. പിന്നെ മാത്രമല്ല എന്താണ്, ലോകത്തിലെ നമുക്കിവിടെ വെളിച്ചം നൽകുന്നുണ്ട് സൂര്യന്. ഒപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷവും അഭിമാനവും നിറയ്ക്കുന്നു. പിന്നെ സൂര്യൻ്റെ സ്പർശമേൽക്കുമ്പോൾ എന്താണ്, പൂക്കൾ വിരിയുന്നു. അതിലൂടെ ഭൂമിയിൽ ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോയി ആസ്വദിക്കാമെന്നാണ് പറയുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു കിരണങ്ങളേറ്റ് നമുക്ക് തിളങ്ങാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സൺ ഷൈൻസ് ഇൻ ദ മോർണിംഗ് സ്കൈ. രാവിലെ ആകാശത്ത് സൂര്യൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ നോക്കുക, ഈ 4 വേർഡ്സിൽ ഏതാ അവിടെ ഉള്ളത് നോക്കുക കേട്ടോ. ലൈറ്റ്ലി, വാംലി, ബ്രൈറ്റ്ലി, സ്വീറ്റ്ലി. എങ്ങനെയാണ്, ബ്രൈറ്റ്ലി ആണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സൺസ് വാം ടച്ച് മേക്സ് ദ ഫ്ലവേഴ്സ്. ഏതാണ്, ഹാപ്പി ഉണ്ട്, ഫെയ്ഡ്, ബ്ലൂം, ബ്രൈറ്റ് ഏതാ, ഫ്ലവേഴ്സ് ബ്ലൂം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാംസ് ദ എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ ഡാഷ്. എന്താണ്, മൂൺ, സൺ, സ്റ്റാർ, സ്കൈ. ഏതാണ്, ഭൂമി കടന്നു പോകുമ്പോൾ ചൂടാക്കുന്നത്, ഭൂമിയെ ചൂടാക്കുന്നത് ആരാണ്, സൺ. The poem says we should dash on a sunny day. ഏതാണ്, ഗോ ഔട്ട് ആണ് അല്ലേ, പുറത്തു പോവാനാണ്. What does the sun brings to the earth. സൂര്യൻ ഭൂമിയിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്, ഹെവി റെയിൻ ആണോ, വാംത്ത് ആൻഡ് ലൈറ്റ് ആണോ, പിന്നെ ഗുഡ് വിൻഡ് ആണോ, പിന്നെ ഡാർക്ക്നെസ് ആണോ, ഏതാണ്, ഇരുട്ടാണോ, ഏതാണ്, വാംത്ത് ആൻഡ് ലൈറ്റ് ആണ് അല്ലേ, ചൂടും വെളിച്ചവുമാണ്. ഇനി ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു കൽപ്പന ചൗള, പ്രിപ്പയർ ഹെർ പ്രൊഫൈൽ. അപ്പോൾ ഇവിടെ കുറച്ച് കൽപ്പന ചൗളനെ കുറിച്ചിട്ടുള്ള ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ്, ഇന്ത്യൻ വുമൺ ടു ഗോ ടു സ്പേസിൽ. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. പിന്നെ ബർത്ത് തന്നിട്ടുണ്ട് മാർച്ച് 17, 1962, കർണൽ, ഹരിയാന. പിന്നെ എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്. കരിയർ തന്നിട്ടുണ്ട് എയറോസ്പേസ് എഞ്ചിനീയർ ആൻഡ് ആസ്ട്രോണറ്റ് അറ്റ് നാസ. പേരൻസ് തന്നിട്ടുണ്ട്, പേരൻസ് ആരൊക്കെയാ, ബനാർസി ലാൽ ചൗള, സംജോക്ത ഗർബന്ത. പിന്നെ അവാർഡ്സ് ഏതൊക്കെയാ, കൺഗ്രഷണൽ സ്പേസ് മെഡൽ, പിന്നെ നാസ ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസ് മെഡൽ, നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ. പിന്നെ സ്പേസ് മിഷൻസ് ആണ്, ഫ്ലൂ ഓൺ സ്പേസ് ഷട്ടിൽ കൊളംബിയ 1997 ആൻഡ് 2003. പിന്നെ ഡെത്ത് February 1, 2003. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ എഴുതി നോക്കാം കേട്ടോ. കൽപ്പന ചൗള. കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗോ ടു സ്പേസ് അല്ലേ. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. ഷീ വാസ് ബോൺ ഓൺ 17th March 1962 അറ്റ് കർണൽ ഇൻ ഹരിയാന. 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാലിലാണ് അവർ ജനിച്ചത്. പിന്നെ ഹെർ പാരൻസ് വേർ ബനാർസി ലാൽ ചൗള ആൻഡ് സംജോക്ത ഗർബന്ത. ഷീ കംപ്ലീറ്റഡ് ഹെർ ബാച്ചിലർ ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷീ വർക്ക്ഡ് ആസ് എൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ആസ്ട്രോണറ്റ് അറ്റ് നാസ. നാസയിൽ എയറോസ്പേസ് എഞ്ചിനീയറായും ബഹിരാകാശ സഞ്ചാരിയായും ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി തന്നിട്ടുള്ള കാര്യങ്ങളും അവാർഡ്സ് കിട്ടിയത് എഴുതി ലാസ്റ്റ് എന്തെഴുതുക, ഡൈഡ് അല്ലേ, മരിച്ചത് എഴുതാം.
ഇനി ആക്ടിവിറ്റി 3 ഡയറി എഴുതാനാണ്. അത് നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കാം. പാറു വാസ് വെരി ഹാപ്പി ടു വിസിറ്റ് ദ പാഡി ഫീൽഡ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പാറു അമ്മൂമ്മയ്ക്കൊപ്പം പാഡി ഫീൽഡ് സന്ദർശിച്ച സന്തോഷത്തിലായിരുന്നു അല്ലേ. She enjoyed the warm breeze in the field and joined the farmers in their work. അവൾ എന്താണ് എൻജോയ് ചെയ്തു വാം ബ്രീസ്, അവിടുത്തെ കാറ്റുകൾ അല്ലേ, കുളിർക്കാറ്റ് എൻജോയ് ചെയ്യുകയും അതുപോലെ തന്നെ ഫാമേഴ്സിൻ്റെ കൂടെ അവരുടെ വർക്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ ഹെർ. അത് ഭയങ്കര വണ്ടർഫുൾ ആയൊരു ദിവസമായിരുന്നു പാറുവിന്. ഷീ റോട്ട് എ ഡയറി. അവളൊരു ഡയറി എഴുതി. അപ്പോൾ റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് പാറു. അപ്പോൾ പാറുവിൻ്റെ ഡയറി കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ആദ്യം തന്നെ ഡയറി എഴുതുമ്പോൾ ഡേറ്റും ദിവസവും എഴുതണം കേട്ടോ. എന്നിട്ട് നമുക്ക് സന്തോഷമുള്ള ദിവസമാണെങ്കിൽ എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്, ദുഃഖമുള്ള ദിവസമാണെങ്കിൽ ദുഃഖമുള്ള ദിവസമാണ്, അങ്ങനെ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ടുഡേ ഐ ആം റിയലി ഹാപ്പി അല്ലേ, ഇന്ന് എനിക്ക് ശരിക്കും സന്തോഷമുള്ള ദിവസമാണ്. ഐ വെൻറ്റ് ടു ദ പാഡി ഫീൽഡ് വിത്ത് മൈ ഗ്രാൻഡ് മാ. ഐ എക്സ്പീരിയൻസ്ഡ് എ ഫാമേഴ്സ് ലൈഫ് ടുഡേ. കൃഷിക്കാരുടെ ജീവിതം എന്ന് എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ. ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. ഗ്രാൻഡ് മാ ഈസ് റിയലി എ ഗ്രേറ്റ് ഫാർമർ. ഗ്രാൻഡ് മാ മുത്തശ്ശി ഒരു നല്ല കൃഷിക്കാരിയാണെന്ന് പറയാണ്. ഷീ നെവർ ഫെൽറ്റ് എനി ടയർഡ്നെസ് ഇൻ ദ ഹോട്ട് സൺ. നല്ല കടുത്ത വെയിലിലും ഗ്രാൻഡ്മയ്ക്ക് ഒരു ക്ഷീണവും ഇല്ല അല്ലേ. പണ്ടുള്ള മുത്തശ്ശിമാർക്കൊക്കെ അങ്ങനെയാണല്ലേ, ക്ഷീണമൊന്നുമില്ല. വി ജോയിൻ ദ ഫാമേഴ്സ് ഇൻ ദെയർ വർക്ക്. അപ്പോൾ ഫാമേഴ്സിൻ്റെ വർക്കിൽ ഞങ്ങളും കൂടെ ചേർന്നു. ഇറ്റ് ഈസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. ഗ്രാൻഡ് മാ ഹെൽപ്ഡ് മീ ടു നോ മെനി തിങ്സ് അബൌട്ട് ഫാമിങ്. കൃഷിയെക്കുറിച്ച് പലതും അറിയാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മാ എന്നെ സഹായിച്ചു. ഇറ്റ് ഈസ് റിയലി എ വണ്ടർഫുൾ ഡേ ഫോർ മീ. ഇതെനിക്ക് ശരിക്കും ഒരു അത്ഭുതകരമായ ദിവസമാണ്, സന്തോഷമുള്ള ഒരു ദിവസമാണെന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അപ്പം നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഏത് വന്നാലും എഴുതാൻ പറ്റിയിട്ടുള്ള തുടങ്ങുന്ന വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ആക്ടിവിറ്റി 4 നോട്ടീസ് ആണ്. യുവർ സ്കൂൾ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ്. നിങ്ങളുടെ സ്കൂളിൽ ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. The inaugural function was scheduled to be held on April 1st, 2025 അല്ലേ. April 1st, 2025 ഉദ്ഘാടന ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ ഇനോഗ്രൽ ഫംഗ്ഷൻ. അപ്പോൾ ആ ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് തയ്യാറാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. വെന്യൂ, പിന്നെ ഡേറ്റ്, ടൈം, വെൽക്കം സ്പീച്ച്, ഇനോഗ്രൽ സ്പീച്ച്, പിന്നെ ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു നോട്ടീസാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നോട്ടീസിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള നോട്ടീസ് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. നോട്ടീസ് എഴുതുമ്പോൾ ആദ്യം തന്നെ മുകളിൽ നോട്ടീസ് എന്ന് എഴുതുക. എന്നിട്ട് എവിടെ വെച്ചാണ് പരിപാടി എന്ന് വെച്ചാൽ അതെഴുതുക. MLP സ്കൂൾ കാരന്തൂർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് പരിപാടി? ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് ആണ്. അപ്പോൾ അതും അവിടെ എഴുതുക. അതിന് ശേഷമാണ് ഇൻവൈറ്റ് ചെയ്തും കൊണ്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് ഇൻ അവർ സ്കൂൾ ഗ്രൗണ്ട്. ദ ഇനോഗ്രൽ ഫംഗ്ഷൻ വാസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഓൺ April 1, 2025 at 10 AM. ഓൾ ആർ ഇൻവൈറ്റഡ്. ഇത് അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ എഴുതുക. പിന്നെ എന്തൊക്കെയാണ്? വെൽക്കം സ്പീച്ച്, ഇനോഗ്രൽ സ്പീച്ച്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളത് എഴുതുക. താഴെ ഡേറ്റ്, പ്ലേസ്, പിന്നെ റൈറ്റ് സൈഡിൽ ആരാണ് പിന്നെ എഴുതുന്നത് എന്നുള്ളത് സെക്രട്ടറി, സ്പോർട്സ് ക്ലബ്ബ് എന്ന് നമുക്കിവിടെ കൊടുക്കാം. അത്ര എഴുതിയാൽ നോട്ടീസ് ഫുള്ളായിട്ടോ. അടുത്ത ആക്ടിവിറ്റി 5 ആണ്. കോൺവെർസേഷൻ ആണ്. ഇൻ ദ സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷൂസ് മൈക്കിൾ ലോസ്റ്റ് ദ ഗെയിം ആൻഡ് ബിക്കെയിം സാഡ്. സാൾട്ട് ആൻഡ് ഹിസ് ഷൂസ് എന്ന കഥയിൽ മൈക്കിൾ കളിയിൽ തോറ്റുപോയി. ഹീ സാഡ് സൈലൻറ്റ് അറ്റ് ഹിസ് ഹോം. അപ്പോൾ അവൻ എന്തായി? തോറ്റ വിഷമത്തിൽ നിശബ്ദനായിട്ട് സൈലൻ്റ് ആയിട്ട് വീട്ടിലേക്ക് പോയി. മൈക്കിൾസ് മദർ കെയിം ആൻഡ് ടോക്ക്ഡ് ടു ഹിം. അപ്പോൾ മൈക്കിളിൻ്റെ അമ്മ വന്ന് അവനോട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മൈക്കിൾ ആൻഡ് ഹിസ് മദർ. മൈക്കിളും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മദർ എന്താ പറയുന്നത്? മൈക്കിൾ, യു ലുക്ക് സാഡ്, വാട്ട് ഹാപ്പൻ ടു യു? മൈക്കിളിനോട് ചോദിക്കുകയാണ്, നിന്നെ കാണാൻ സാഡായിട്ടുണ്ടല്ലോ, നീ വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൈക്കിൾ എന്ത് പറയും?
ഐ ലോസ്റ്റ് ദ ഗെയിം അല്ലേ, ഞാൻ ഗെയിമിൽ തോറ്റുപോയി എന്ന് പറയണം. അപ്പം അമ്മ പറയും ഡോൺ വറി ഡിയർ, ലെറ്റ്സ് ട്രൈ നെക്സ്റ്റ് ടൈം എന്ന്. അതൊന്നും സാരല്ല, നമുക്ക് അടുത്ത തവണ പരിശ്രമിക്കാം അല്ലെ, ശ്രമിക്കാമെന്ന് പറയാണ്. അപ്പോൾ മൈക്കിൾ പറയാണ് മോം ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ, ഞാൻ നീളം വെക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മദർ പറയും ഐ ഹാവ് എൻ ഐഡിയ സാൾട്ട്, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് സോൾട്ട് എന്ന്. സോൾട്ട് പറഞ്ഞാൽ ഉപ്പ്. അപ്പോൾ മൈക്കിൾ പറയാണ് സോൾട്ട്, ഉപ്പോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മദർ പറയും യെസ് വി വിൽ പുട്ട് സം സാൾട്ട് ഇൻ യുവർ ഷൂസ്, യു നോ ഇറ്റ് യു വിൽ ബി ടോളർ. അപ്പോൾ എന്താ പറയുന്നത്, മൈക്കിളിനോട് പറയും നിൻ്റെ ഷൂവിനുള്ളിൽ ഉപ്പ് നിറച്ചിട്ട് നീ ഇടുകയാണെങ്കിൽ നീ നീളം വെക്കുമെന്ന് പറയാണ്. അപ്പോൾ മൈക്കിൾ അമ്മയോട് റിയലി താങ്ക്സ് മോം, ശരിക്കുമാണോ നന്ദി എന്ന് പറയാണ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി റീഅറേഞ്ച് ദ സ്റ്റോറി. അപ്പോൾ ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട്, അത് പുനഃക്രമീകരിക്കാനാണ് കേട്ടോ, റീഅറേഞ്ച് ചെയ്യാനാണ്. സം ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് ഓർഡർ, റീഡ് ദ ഇവൻറ്റ്സ് ആൻഡ് അറേഞ്ച് ദം പ്രോപ്പർലി. അപ്പോൾ കഥയിലെ കുറച്ച് ഭാഗങ്ങൾ തെറ്റിച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചിട്ട് ശരിയാക്കി എഴുതാനാണ്, ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ദ കിഡ്സ് ഫീഡ് ദ ആനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹേ ഫോർ കൗസ്. കുട്ടികൾ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുകയും പശുക്കൾക്ക് വൈക്കോൽ ശേഖരിക്കുകയും ചെയ്തു. പിന്നെ ബിൽ ഇൻവൈറ്റഡ് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം. ബില്ല് ഗ്രാൻഡ് ഫാദറിൻ്റെ കൃഷിയിടം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് മെഗിനെ ക്ഷണിച്ചു. ബിൽ ഡിസ്റ്റർബ്ഡ് ദ ബീസ് ആൻഡ് ദ ചേസ്ഡ് ദ കിഡ്സ്. ബില്ല് തേനീച്ചകളെ ശല്യപ്പെടുത്തുകയും അവർ കുട്ടികളെ ഓടിക്കുകയും ചെയ്തു. അടുത്തത് ഗ്രാൻഡ് ഫാദേഴ്സ് ഗേവ് ദ ജോബ്സ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ്സ്. കോണിൻ്റെ പീല് കളയാനും വിത്ത് വിതയ്ക്കാനും വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് ഫാദർ അവരോട് പറഞ്ഞത്. ദ കിഡ്സ് എക്സ്പെഷ്യലി ബൈ ജമ്പിങ് ഇൻ ടു എ സ്ട്രീം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്ഡ് ദം. കുട്ടികൾ സ്ട്രീമിലേക്ക് ചാടി രക്ഷപ്പെട്ടു, ഗ്രാൻഡ് ഫാദർ അവരെ സഹായിച്ചു. പിന്നെ ഗ്രാൻഡ് ഫാദർ വാണ്ട് ദ കിഡ്സ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ബീസ്. ഗ്രാൻഡ് ഫാദർ അവരോട് പറഞ്ഞു ബീസിനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസസ് നമ്മൾ ഓർഡറിലാക്കിയിട്ട് എഴുതണം. ഫസ്റ്റത്തെ ആ സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. ബിൽ ഇൻവൈറ്റഡ് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം. അടുത്തത് ഏതാണെന്നുള്ളത് എഴുതാം. ഗ്രാൻഡ് ഫാദർ ഗേവ് ദ ജോബ്സ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ്സ് അല്ലേ, ഗ്രാൻഡ് ഫാദർ ജോലി കൊടുത്തത്. പിന്നെ ദ കിഡ്സ് ഫീഡ് ദ ആനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹേ ഫോർ കൗസ്. അവർ ആനിമൽസിന് ഫുഡ് കൊടുത്തതും അതുപോലെ തന്നെ പശുക്കൾക്ക് വൈക്കോൽ ശേഖരിച്ചതും. പിന്നെ ഗ്രാൻഡ് ഫാദർ വാണ്ട് ദ കിഡ്സ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ബീസ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അവരോട് വാണിംഗ് കൊടുക്കുകയാണ് ആ ബീസിനെ പോയി ശല്യം ചെയ്യരുതെന്ന്. ബിൽ ഡിസ്റ്റർബ്ഡ് ദ ബീസ് ആൻഡ് ദ ചേസ്ഡ് ദ കിഡ്സ്. പക്ഷെ അത് കേൾക്കാതെ ബില്ല് ബീസിനെ ഡിസ്റ്റർബ് ചെയ്തു. ബീസ് എന്താണ് ആ കുട്ടികളെ ചേസ് ചെയ്യാണ്. ദ കിഡ്സ് എസ്കേപ്ഡ് ബൈ ജമ്പിങ് ഇൻ ടു എ സ്ട്രീം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്ഡ് ദം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അവരെ ഹെൽപ്പ് ചെയ്തു. അവർ എന്ത് ചെയ്തു, സ്ട്രീമിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ ഈ കഥ ഇങ്ങനെ പൂർത്തിയാക്കാം. അടുത്ത ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. അപ്പോൾ റീഡ് ദ പാസേജ് ഗിവൺ ബിലോ, ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. അപ്പോൾ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വാക്കുകൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിച്ച് ശരിയാക്കാനാണ്. ധ്യാൻചന്ദ് ഈസ് വൺ ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലെയേഴ്സ്. അപ്പോൾ ഇവിടെ ഇന്ത്യ എന്നുള്ളതാണ് എററായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പേരായതുകൊണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററായിട്ട് എഴുതണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അവിടെ തെറ്റുള്ളത് എന്താ വെച്ചാൽ അത് ഐ എന്നുള്ളത് സ്മോൾ ലെറ്റർ ക്യാപിറ്റലാക്കി മാറ്റണം. ചന്ദ് ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ ഹിസ് അച്ചീവ്മെൻറ്റ്സ് ഓൺ ദ ഒളിമ്പിക്സ്. അവിടെ ഒളിമ്പിക്സിൽ എന്ന് പറയുമ്പോൾ ഓൺ ദ എന്നുള്ളതിന് പകരം ഇൻ ദ ഒളിമ്പിക്സ് എന്നാണ് പറയുക. He helped her team secure gold medals in a years 1928, 1932 and 1936. അപ്പോൾ ഇവിടെ ഹെൽപ്ഡ് ഹെർ എന്നുള്ളിടത്ത് അവൻ്റെ ടീം എന്നായതുകൊണ്ട് ഹീസ് എന്ന് കൊടുക്കാം. പിന്നെ ഗോൾഡ് മെഡൽ ഇൻ എ ഇയർ എന്നുള്ളിടത്ത് ഇൻ ദ ഇയേഴ്സ് എന്നാണ് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ഒരു എന്നുള്ള അർത്ഥത്തിലാണ്, ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം നമ്മൾ ഇയേഴ്സ് എന്നാണ്. അപ്പം നമ്മൾ എന്ത് പറയണം, ദ എന്ന് പറയണം. ഡ്യൂറിങ് ഹിസ് ടൈം ഇന്ത്യ വാസ് ഡോമിനൻറ്റ് വെരി ഇൻ ഹോക്കി. അപ്പോൾ ഡോമിനൻറ്റ് വെരി എന്നുള്ളിടത്ത് വെരി ഡോമിനൻറ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് സബ്ജക്റ്റിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ
ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.